ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി. സഭ 25 നോമ്പ് ആചരിക്കുന്നതിൻ്റെ 1-ാം ദിനം. ഇന്നത്തെ അല്പസമയത്തെ വചനചിന്തയ്ക്ക് ആധാരമായ വിഷയം ദൈവീക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം എന്നതാണ്. അതിനാധാരമായ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളാണ്. ഇതിൽ മറിയയും എലിസബത്തും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3 കണ്ടുമുട്ടലുകളുടെ അധ്യായമാണെന്ന് പറയാം. 1 സക്കറിയ പുരോഹിതനും ഗബ്രിയേൽ ദൂതനും തമ്മിൽ, 2 മറിയയും ഗബ്രിയേലും തമ്മിൽ, 3 മറിയയും എലിസബത്തും തമ്മിൽ. സക്കറിയാവിനും മറിയയ്ക്കും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലായി ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. 2 പേരുടെയും പ്രതികരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സക്കറിയാവ് ദൈവസന്നിധിയിൽ ധൂപം കാട്ടുമ്പോൾ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ സക്കറിയാവിനെ വാഗ്ദത്തം നൽകുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കും. എന്നാൽ സക്കറിയാവ് തൻ്റെ അവസ്ഥകളെ ഓർത്ത് ദൈവീയ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുന്നു. അടയാളം ചോദിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ സക്കറിയാവോട്, നീ ഇത് വിശ്വസിക്കായികയാൽ ശിശു ജനിക്കും വരെ നീ ഊമനായി പാർക്കും എന്നരുൾ ചെയ്തു. ലൂക്കോസ് 1-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മറിയയുടെ പ്രതികരണം കാണാം. മറിയ ദൂതനോട് ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന്. ദൂതൻ അവളോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എലിസബത്ത് ഗർഭവതിയായ വിവരവും ദൂതൻ മറിയയോട് പറയുന്നു. എന്നാൽ മറിയ ദൂതൻ്റെ വാക്കുകൾ സർവാത്മന ഏറ്റെടുക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നു. മറിയയുടെ മാതൃകാപരമായ വിനയം അനുകരണീയമാണ്. മറിയയുടെയും എലിസബത്തിൻ്റെയും സന്ദർശനം 3 മാസം നീണ്ടുനിന്നു. മറിയ തൻ്റെ ഗർഭപാത്രത്തിൽ ദൈവത്തെ വഹിച്ചുകൊണ്ട് നിന്നിട്ടും എലിസബത്തിനെ പ്രസവകാലത്തൊക്കെയും ശുശ്രൂഷിച്ചു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് തൻ്റെ ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു. മറിയയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജീവിത പാഠങ്ങൾ വിശ്വസിക്കുക, വിലമതിക്കുക എന്നിവയാണ്. വെല്ലുവിളി നിറഞ്ഞതും അത്ഭുതകരവുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെ പരസ്പരം പിന്തുണയ്ക്കാമെന്ന് മറിയ എലിസബത്തിൻ്റെയും കണ്ടുമുട്ടൽ നമ്മെ പഠിപ്പിക്കുന്നു. 2 പേരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്രതീക്ഷിത ഗർഭധാരണത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്മിൽ വേദനകളെയും അപമാനങ്ങളെയും പങ്കിട്ട് ആശ്വാസവും ശക്തിയും കണ്ടെത്തുന്നു. സഹോദരീ ബന്ധത്തിൻ്റെയും ദൈവീക ബന്ധത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. മറിയ തൻ്റെ നിയോഗ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എലിസബത്തിന് വൈകാരികവും ശാരീരികവുമായ സഹായിയായി വർത്തിക്കുന്നു. വേദന നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹവർത്തിത്വത്തിൻ്റെയും സഹായത്തിൻ്റെയും ആവശ്യം മറിയയുടെയും എലിസബത്തിൻ്റെയും കണ്ടുമുട്ടൽ നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട് എങ്ങനെ പരസ്പരം ശക്തി പകരാമെന്ന് ഈ കണ്ടുമുട്ടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങനെയാണല്ലോ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ എല്ലാം മൂലകാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്ത്രീകൾ തന്നെയായിരുന്നു. ഈ ശക്തിയാണ് ദൂതൻ്റെ വാക്കുകൾ സർവാത്മന സ്വീകരിക്കാൻ മറിയയെ പ്രാപ്തയാക്കുന്നത്. മറിയ പറയുന്നു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. മറിയയുടെ ദൈവിക വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം ശ്ലാഘനീയമത്രേ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 20-21 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ നിന്നെ ഭയപ്പെടുത്തുന്നതാകാം. എന്നാൽ അവയിൽ നിന്നും മുഖം തിരിച്ച് ദൈവീക വാഗ്ദാനങ്ങളിലേക്ക് നോക്കാം. നിന്റെ വിശ്വാസം നിന്റെ മുൻപിലുള്ള മതിലുകളെ തകർക്കും. അത് നിന്റെ ദർശനങ്ങളെ വിശാലമാക്കും. നിന്റെ വിശ്വാസം നിനക്ക് കോട്ടയും പരിചയമാവും. അത് നിന്റെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഉപകരണമായി മാറും. നമുക്കും മറിയയെപ്പോലെ ദൈവിക വാഗ്ദത്തങ്ങളെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.